ഇബ്നു ഹജറുൽ ഹൈത്തമിനെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വലിയ ഒരു ആരോപണം അവിടെ എടുത്തിട്ടു. ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പറയുന്നത് ഇബ്നു ഹജറുൽ അസ്കലാനിയാണ്. ഇബ്നു ഹജറുൽ അസ്കലാനി അങ്ങനെ കള്ളം പറയുന്ന ആളൊന്നുമല്ല. അതേസമയം ഇബ്നു ഹജറുൽ ഹൈത്തമിയെ കുറിച്ച് അയാൾ കള്ളം എന്നൊക്കെ പറയുമെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നാലില്ലാഹ്. ഇബ്നു ഹജറുൽ ഹൈത്തമി ഒരു സാധാരണക്കാരനെ കുറിച്ച് ഇല്ലാത്ത പറയോ? വലിയ വലിയ ഇമാമിയങ്ങളല്ലേ? നിങ്ങളെപ്പോലത്തെ ദുഷിച്ച മുഷാവറക്കാരാണോ? ഇല്ലാത്ത വാദങ്ങൾ. ആലുവ ത്വരീഖത്തിന്റെ ഏജന്റാണെന്ന് നിലമ്പൂർ ഭാഗത്ത് പോയി പച്ച കള്ളം പറഞ്ഞ ദജ്ജാലിങ്ങളാവര്. നിങ്ങൾക്കൊരാളെ കുറിച്ച് അങ്ങനെ പറയാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അതേ സമയത്ത് ഉന്നതന്മാരായ ഇമാമിയങ്ങൾ ഇബ്നു ഹജറുൽ ഹൈത്തമി ഒരാളെ കുറിച്ച് അങ്ങനെ ഇല്ലാത്ത പറയാം. പ്രത്യേകിച്ച് ഈമാനും ഹിദായത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇബ്നു ഹജറുൽ ഹൈത്തമി കള്ളം പറയുന്നുള്ള ആരോപണം മൂപ്പരെ കുറിച്ചുണ്ട്, ഇബ്നു ഹജറുൽ അസ്കലാനിനെ കുറിച്ചില്ല. എന്താ പേരോടിന്റെ ഉദ്ദേശം? ഇബ്നു ഹജറുൽ ഹൈത്തമി ഇബ്നു തൈമിയ്യനെ തുറന്നു കാണിച്ച പണ്ഡിതനാണ്. ആ വാദം ആരും എടുക്കരുത് എന്നുള്ളതിലേക്ക് ഒരു ഏണിപ്പടി വെച്ചു കൊടുക്കുകയാണ് ഈ ശൈത്താൻ. ഇവനേക്കാൾ അതപ്പതിച്ചവൻ ആരുണ്ട്? ഈ വാദം മുൻകാലത്ത് പലരും വാദിച്ചതാണ്. അന്ന് MA ഉസ്താദ് അതിനെക്കുറിച്ചൊക്കെ എഴുതി. എന്നിരിക്കെ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ബാലിശവും വിസ്മയജനകവും അത്രേ. ഇബ്നു ഹജർ അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യനെ കുറിച്ച് പക്ഷപാതിത്വത്തോടുകൂടി വിമർശിക്കുന്ന ആളായിരുന്നു എന്നുള്ള വാദങ്ങൾ ശരിയല്ല. ഇബ്നു ഹജറിനെ കുറിച്ച് തെറ്റായ ആരോപണം അന്ന് പലരും നടത്തിയപ്പോൾ അതിന് മറുപടി വരെ സ്വന്തം നേതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇബ്നു ഹജറുൽ ഹൈത്തമി അങ്ങനെ ആളുകളെ കുറിച്ച് കള്ളം പറയുന്ന മെനഞ്ഞുണ്ടാക്കുന്ന ആളാണെന്ന് ഏത് സുന്നിക്ക് പറയാൻ കഴിയും? ഇവരൊക്കെ മുഷാവറ വെച്ചിരിക്കാൻ പറ്റുമോ? ഇവരൊക്കെയുള്ള മുഷാവറ എന്തിനു പറ്റും? അതിന്റെ ഗുരുത്തക്കേട് എത്രത്തോളം വലുതാണ്? എല്ലാം ഗുരുത്തക്കേടാണ്. മടവൂർ ശിവനാനെ തൊട്ട് കളിച്ചു മാത്രമല്ല, ഈ മദ്ഹബിലെ ഇമാമായ ഇബ്നു ഹജറുൽ ഹൈത്തമിയെ കുറിച്ച് തന്നെ റളിയല്ലാഹു അൻഹു അവര് സ്വന്തമായിട്ട് വെറുതെ വ്യക്തികളെ കുറിച്ച് വ്യക്തി താല്പര്യത്തിൽ മോശം പറയുന്ന ആളാണ് എന്നുള്ളൊരു ചിന്ത BKFന്റെ അഭിമുഖത്തിൽ ഫാറൂഖ് നായിമിനെ പോലുള്ള ചങ്ങാതിമാരൊക്കെ ഇരുന്നിട്ട് ഇബ്നു ഹജർ അങ്ങനെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി എന്തോ ആശയം പറയുന്നൊരു സിദ്ധാന്തം, ഒരു നയം ഈ ബാക്കിയുള്ള കുട്ടികൾക്കും അനുയായികൾക്കും നൽകിയാൽ എന്തെത്തി കാര്യങ്ങൾ? നിങ്ങളാ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോണേ? നിങ്ങളാണോ ഇവിടുത്തെ സുന്നികൾ? എല്ലാ നിലയിലും അതപ്പതിച്ചു പോയി. വമ്പിച്ച അത്ഭുതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്നി നേതാവാണത്ര ഇബ്നു തൈമിയ്യനെ വെള്ളപൂശിയ, ഇബ്നു ഹജറിനെ അവമതിക്കുക.